ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 2 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. മറ്റുള്ള വ്യക്തികളാൽ നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകെട്ടിയ അവസ്ഥയിലാണ് അവർ പോയിരുന്നത്. ഇവിടെ അവർക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. നിങ്ങളും അവരും സെപ്പറേഷനിലാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ പാസ്റ്റിൽ നിങ്ങളൊരു ചോയ്സ് ആയിരുന്നു എന്ന് പറയുകയാണ്, ഒരു ഓപ്ഷൻ ആയിരുന്നു. അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്തു പോയെന്നാണ് ഈ കാർഡ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. കണ്ണു കെട്ടി കഴിഞ്ഞാൽ ആർക്കും ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് മുന്നിൽ നടക്കുന്ന കാര്യം, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ വെറും ഒരു കേൾവിക്കാരനായിട്ട് മാത്രം അവിടെ നിൽക്കും. അപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ 2 ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി. സെക്കൻഡ് കാർഡ് 5 ഓഫ് വൺസ് കാർഡാണ്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി, നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന് വന്നിട്ടുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നു. അവരാണ് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. ഇവിടെ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തതിൽ ഖേദിക്കുകയാണ്, വേദനിക്കുകയാണ്. ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ടെന്ന് പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ആരോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ എന്ന വ്യക്തിയുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. മറ്റുള്ള വ്യക്തികളുടെ പ്രവൃത്തി മൂലം, ഇടപെടൽ മൂലം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. പിന്നീട് അവർ ആക്ഷൻ എടുക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇവിടെ അവർക്ക് വന്നിട്ടുള്ള ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഇമോഷൻ, അവരുടെ പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. സീക്കിംഗ് കണക്ഷൻ എന്നാണ് പറയുന്നത്. അവർ ഐഡിയാസ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളോട് അത്രമാത്രം സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവർ അടിമപ്പെട്ട് കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ താൽക്കാലികമാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ശരിയായ ദിശ ഏതെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് എഫേർട്ട് എടുക്കുന്ന, നിങ്ങളോട് ഒരു സോറി പറയാൻ പോലും ആഗ്രഹിക്കുന്ന, നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. അവരുടെ ഇമോഷൻ, അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ ഹേർട്ട് നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. സീക്കിംഗ് കണക്ഷൻ എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോർട്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിന്റെ എനർജിയാണ്. ഒരു ട്രാൻസിഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ഒരു മാറ്റം വരികയാണ്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നീ കാർഡ് പറയുന്നു. നിങ്ങളിലേക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾക്ക് പാസ്റ്റുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. എങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ. എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. അവർ തെറ്റ് തിരുത്തിക്കൊണ്ട് എന്നിലേക്ക് വരട്ടെ, അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പോലും നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരോ ഉണ്ട്. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നതും അതിൽ അവർ വേദനിക്കുന്നതും. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വൺസ് കാർഡാണ്.
നിങ്ങളിലേക്ക് സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാണ്. നിങ്ങൾക്ക് വലുതും ചെറുതുമായ ഒത്തിരി ഡിസയേഴ്സ് ഇല്ലേ, ആഗ്രഹങ്ങളില്ലേ, അതൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നങ്ങൾ ഒന്നല്ലല്ലോ, ഒരുപാടില്ലേ, അതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഓരോന്നായിട്ട് സാധിപ്പിച്ചു തരാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ആഗ്രഹങ്ങൾ ഏതാണോ അത് യൂണിവേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ആദ്യം തരേണ്ടത് എന്ന് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹം യൂണിവേഴ്സ് സാധിപ്പിച്ചു തരും. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിവേഴ്സിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, എൻ്റെ യൂണിവേഴ്സ് എനിക്കിതെല്ലാം സാധിപ്പിച്ചു തരും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങളിലായിട്ട് നിങ്ങൾക്ക് സാധ്യമാകാൻ പോവാണെന്ന് ഈ കാർഡ്സ് പറയുന്നു. ഏറ്റവും വാൺസ് കാർഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ആക്ഷനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഗുഡ് ന്യൂസ് വരുന്നു. നിങ്ങൾക്ക് അപ്കമിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മുന്നോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചു കഴിഞ്ഞു. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് പാസ്റ്റുമായിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്യുന്നു. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളെ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കാണുവാനും സംസാരിക്കുവാനുമാണ് അവർ അതിയായി ആഗ്രഹിക്കുന്നത്. അവർക്ക് വളരെയേറെ മിസ്സിങ് ഫീൽ ചെയ്യാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള പാസ്റ്റ് അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. നല്ല നല്ല നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നു. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ്, തിരിച്ചുവരവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിന് ചേഞ്ച് സംഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്താൻ പോവാണ്. ഇവിടെ ഒരുപാട് ലെസൺസ് പഠിച്ച നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ടീച്ചിങ് നിങ്ങളിലേക്ക് സംഭവിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങളൊരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു സമയത്ത് നിങ്ങൾ തനിച്ചായിരുന്നു. ആരും നിങ്ങളെ മനസ്സിലാക്കാനായിട്ടുണ്ടായിട്ടില്ല. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ നിങ്ങൾ പോയി. നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ചേഞ്ചിന്റെ കാരണം. നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാറ്റം തന്നെയാണ്. എന്നു മുതൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു, നമ്മളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുന്നു, യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു, അന്നു മുതൽ നമ്മുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാവാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഹീലിംഗ് സംഭവിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു ബാഡ് കർമ്മ എൻ്റെ ആയിക്കൊണ്ട് ഗുഡ് കർമ്മ നിങ്ങളിലേക്ക് വരികയാണ്. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടമായി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ എത്രയൊക്കെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിനേക്കാളും ഒരു പടിക്ക് മേലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്കായി തരികയാണ്. ഇവിടെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹെർമിറ്റ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി
സോൾ സെർച്ചിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായി മാറുന്ന നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. എന്നു മുതൽ നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നു മുതൽ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു, അന്നു മുതൽ നമ്മളിലേക്ക് എന്താണ് വരുന്നത്? യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്. ഇവിടെ ഇന്ന് വിസ്ഡം എന്നാണ് ഈ കാർഡ് പറയുക. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെന്റർ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗൈഡ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ ശരികളെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ഒരു ലൈറ്റ് വരികയാണ്, ആ ഒരു തിരിച്ചറിവ് വരികയാണ്. നമ്മുടെ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസം നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഓരോ സയൻസ് ആയിട്ട്, ഓരോ അടയാളങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. ഇന്ന കാര്യം സാധിക്കാൻ പോവാണ്, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് യൂണിവേഴ്സ് നമ്മൾക്ക് പറയാതെ തന്നെ അറിയിച്ചു തരും. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള നിങ്ങളിലേക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് തന്നെയാണ്. അവരുടെ ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ മനസ്സിൽ നിങ്ങളൊരു ചോയ്സ് ആയിരുന്നു. പാസ്റ്റിലാണ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊരു റൊമാൻറ്റിക് പാർട്ട്ണറാണ്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണം. ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയും കരുതാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ഇവിടെയുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്പാർക്കിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹെൽത്തി ബൗണ്ടറി സൃഷ്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹെൽത്തി ബൗണ്ടറിയാണ് അവർ ഇനി ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ കറന്റ് ഫീലിംഗ് ആണ് കേട്ടോ. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. രാത്രി കാലങ്ങളിലായിരിക്കണം നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണ് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടി നോക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ വരികയാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഞാൻ അവരെ കുറിച്ചൊന്നും ഓർത്തിട്ടില്ലല്ലോ, ഞാൻ താൽക്കാലികമായിട്ട് മാറി നിൽക്കുക തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല എനിക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ആഗ്രഹിക്കുന്നു, അവർക്ക് നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നു. ആ ഒരു നിമിഷം തന്നെയാണ് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നതും. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നവർക്ക് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഹേർട്ടിനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും ഒന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഫ്യൂച്ചർ. ഇവിടെ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് വിശ്വസനീയമാണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ. മറ്റുള്ള വ്യക്തികൾ പറയുന്നത് അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ, അല്ലെങ്കിൽ അവരുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ പ്രോഗ്രസ് നോക്കിക്കൊണ്ട് അവർ മാറിപ്പോയതാണ്. എന്നാൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ തിരിച്ചറിവ് കൊടുക്കുമ്പോൾ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ വേദനിക്കുന്നു. നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെടാണ്. നിങ്ങളുടെ സ്നേഹം വിശ്വസനീയമാണ്, നിങ്ങളെ വിശ്വസിക്കാം എന്നുള്ള തിരിച്ചറിവ്, നിങ്ങളുടെ സ്നേഹം ജെനുവിൻ ആണെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും ആഗ്രഹിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണുവാനായിട്ടുള്ള ആ ഒരു എഫേർട്ടിനെ ഇവിടെ കാണിക്കുന്നു, നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.